നിൽക്കേ, ഞാൻ ഒറ്റയ്ക്ക് പോന്ന് ഷൈൻ ചെയ്യട്ടെ. കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാൽ മതിയല്ലോ. ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകങ്ങൾ പലപ്പോഴും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ബംഗാളിൽ 55,000 പേരെയാണ് കൊന്നൊടുക്കിയത്. 21,000 പേരെ കൊന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറില്ല. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. കേരളത്തിൽ ആരെ കൊന്നാലും അതിന്റെ ഒരു ഭാഗത്ത് CPM ഇല്ലേ? അങ്ങനെ പറഞ്ഞൂടാ. അപ്പൊ കൊലപാതകം നിങ്ങളുടെ രക്തത്തിൽ ആവാഹിക്കപ്പെട്ടുള്ളതാണ്. നിങ്ങൾക്കൊപ്പം നടന്നൊരുവനെയാണ് നിങ്ങൾ കൊന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി ആശ്രോതൻ ഇരുന്ന് പറയുകയാണ്. അവൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ ഞങ്ങൾ കൊന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ ഓർത്ത് ഞങ്ങൾ ഒരുത്തം കൊന്നതിന് നിങ്ങൾക്ക് എന്തോ വേണം? ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മഹേഷേ എന്ന രീതിയിലാണ് പറയുന്നത്. അവൻ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്നു, ഞാൻ ഫോട്ടോ കാണിക്കാം. അപ്പൊ കൂട്ടത്തിൽ ഒരുത്തനെ കൊന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഗവർണർ വിളിച്ച ക്രിമിനലുകൾ എന്ന് മാത്രമല്ല, അതിന് മുകളിലേക്ക് ഇവരെ വിളിക്കേണ്ടി വരും. ഈ ചെറുപ്പക്കാരെ, ഈ കുട്ടികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തലയിൽ വിഷം കുത്തിവെച്ചു കൊടുത്ത് തങ്ങളുടെ അടിമകളാക്കി മാറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കമ്മ്യൂണിസം ഉണ്ടോ? ഭാവിയിൽ കമ്മ്യൂണിസം ഇല്ല. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. See you soon.